നാരകശലഭത്തിന്റെ ലൈം ബട്ടർഫ്ലൈ പപ്പീലിയോ ഡെമോളിയസ് അത്ഭുതകരമായ ജീവിതഘട്ടങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നാരകവർഗ്ഗത്തിൽപ്പെട്ട ചെടികളെ പ്രധാനമായും ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ ലൈം ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ലെമൺ ബട്ടർഫ്ലൈ എന്ന് അറിയപ്പെടുന്ന ശലഭമാണ് നാരകശലഭം. ശാസ്ത്രീയ നാമം പപ്പീലിയോ ഡെമോളിയസ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു. സവിശേഷതകൾ: നിറം: കറുത്ത ചിറകുകളിൽ ധാരാളം മഞ്ഞപ്പൊട്ടുകളും നീണ്ട പാടുകളുമുള്ള മനോഹരമായ ഒരു ശലഭമാണിത്. പിൻചിറകിന്റെ താഴെയായി ചുവന്ന നിറത്തിലുള്ള ഒരു കൺപൊട്ടും കാണാം. വലിപ്പം: ഏകദേശം 80 മുതൽ 100 വരെ മീറ്റർ വരെയാണ് ഇവയുടെ ചിറകുകളുടെ വിസ്തൃതി. കിളിവാലൻ ശലഭം: ഇവ കിളിവാലൻ സ്വാലോടെയിൽ കുടുംബത്തിൽപ്പെട്ടവയാണെങ്കിലും സാധാരണ മറ്റു കിളിവാലൻ ശലഭങ്ങളെ പോലെ ചിറകിന് പിന്നിൽ വാലുകൾ ഉണ്ടാകാറില്ല. ജീവിതചക്രം: നാരകശലഭത്തിന്റെ ജീവിതചക്രത്തിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. 1. മുട്ട: നാരകം, കറിവേപ്പ്, കൂവളം തുടങ്ങിയ ചെടികളുടെ തളിരിലകളിലാണ് ഇവ മുട്ടയിടുന്നത്. മഞ്ഞ നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ള മുട്ടകളാണിവ. 2. ലാർവ: പുഴു. സ്റ്റാർ ആദ്യഘട്ടങ്ങളിൽ പുഴുക്കൾക്ക് പക്ഷികാഷ്ടത്തിന്റെ നിറമായിരിക്കും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണിത്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഇവയ്ക്ക് ഇലപ്പച്ച നിറമാകും. ശത്രുക്കളെ ഭയപ്പെടുത്താനായി ഇവയുടെ തലയുടെ ഭാഗത്ത് നിന്ന് ഓസ്മെറ്റീരിയം എന്ന ചുവന്ന നിറത്തിലുള്ള ഒരു അവയവം പുറത്തേക്ക് നീട്ടുകയും രൂക്ഷഗന്ധം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. 3. പ്യൂപ്പ: പുഴുക്കൾ പ്യൂപ്പയായി മാറുന്നത് ചെടിയുടെ ഇലകളിലോ തണ്ടുകളിലോ ആണ്. ഇലകളുടെ നിറത്തിനനുസരിച്ച് പച്ചയോ തവിട്ടോ നിറത്തിൽ ഇവ കാണപ്പെടുന്നു. 4. ശലഭം: പ്യൂപ്പയിൽ നിന്ന് പുറത്തുവരുന്ന ശലഭം ചിറകുകൾ ഉണങ്ങിയ ശേഷം പറന്നു തുടങ്ങുന്നു. ആഹാരസസ്യങ്ങൾ: നാരകം, സിട്രസ്, കറിവേപ്പ്, പാനൽ, കൂവളം എന്നിവയാണ് ഇവയുടെ ലാർവകളുടെ പ്രധാന ആഹാരസസ്യങ്ങൾ. അതിനാൽ നാരക കൃഷിക്ക് ഇവ ഒരു കീടമായും കണക്കാക്കപ്പെടാറുണ്ട്. സ്വഭാവം: ഇവ വളരെ വേഗത്തിൽ പറക്കുന്ന ശലഭങ്ങളാണ്. സാധാരണയായി നിലത്തിന് അല്പം മുകളിലായി പറക്കാൻ ഇഷ്ടപ്പെടുന്നു. നനഞ്ഞ മണ്ണിൽ നിന്ന് ലവണങ്ങൾ ഊറ്റിക്കുടിക്കുന്ന ശീലം മഡ് പഡ്ലിംഗ് ഇവയ്ക്കുണ്ട്. ചെടികളിലും മറ്റും സാധാരണയായി കണ്ടുവരുന്ന ഈ ശലഭത്തിന്റെ പരിണാമം കുട്ടികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ അറിവ് നൽകുന്ന ഒന്നാണ്.